എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ സ്റ്റഡീസിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ നമ്മൾ എന്താണ് പഠിച്ചത്? റെവല്യൂഷനാണ് പഠിച്ചത്. അതുപോലെ എൻലൈറ്റൻമെൻറ്റ്, പിന്നെ ലോകത്തെ സ്വാധീനിച്ച 5 വിപ്ലവങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. എല്ലാവരും പഠിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകണം എന്താണ്? സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി, ലോകം 20ാം നൂറ്റാണ്ടിൽ, അതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്ററിൽ ആദ്യമേ പറയുന്നത് എന്താണ്? ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്യാപിറ്റലിസം എന്താണ്? മുതലാളിത്തം. മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്നും എന്താണ്? ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം. അപ്പോൾ മുതലാളിത്തത്തിൽ നിന്നും സാമ്രാജ്യത്വത്തിലേക്ക്, അതാണ് നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് വരുന്നത് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ക്യാപിറ്റലിസം ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റലിസം, ഇമ്പീരിയലിസം, കോളനൈസേഷൻ, അതുപോലെ നമ്മൾ വേൾഡ് വാറിനെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തിലുള്ള പോർഷൻ നമ്മൾ പഠിക്കുന്നത്, ഫസ്റ്റായിട്ട് നമ്മൾ പഠിച്ചു വരുന്നത് എന്താണ്? ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം, അതായത് മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്തിലേക്ക് എന്താണെന്ന് നോക്കാം. In the previous classes, we have discussed the industrial revolution that began in the 18th century. അതായത് നമ്മൾ എന്താണ് പറയുന്നത്? ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്, അതായത് പഴയ ക്ലാസ്സുകൾ 8ലും 9ലും ഒക്കെ തന്നെയാണ്. 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ എന്താണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. 18ാം നൂറ്റാണ്ടിലായിരുന്നു എന്ത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നത്. 18ാം നൂറ്റാണ്ട് എന്തായിരുന്നു അന്നത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നൊക്കെ നല്ലതുപോലെ അറിയാമെന്ന് കരുതുന്നു. അതായത് അന്ന് 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിലൊക്കെ ഉണ്ടായ എന്താണ്? വൻ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കൃഷി, വ്യവസായം, ഉൽപാദനം എന്നിവയിലുണ്ടായ പ്രധാന മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കാം നമുക്ക്. In the previous classes, we have discussed the industrial revolution that began in the 18th century. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് യൂറോപ്പ്. എന്ത് ചെയ്തു? ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമ്മൾ 18ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇറ്റ് ഗ്രാജുവലി, ഇത് ക്രമേണ, സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് യൂറോപ്പ്, ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിൻ്റെ മറ്റുള്ള രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് യൂറോപ്പ്, യൂറോപ്പിൻ്റെ മറ്റുള്ള രാജ്യങ്ങളിലേക്കും ക്രമേണ വ്യാപിക്കാനായിട്ട് തുടങ്ങി. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. അപ്പോൾ എന്ത് ചെയ്തു? മുതലാളിമാർ എന്ത് ചെയ്തു? അവർ ഫാക്ടറികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫാക്ടറികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടുത്തെ പ്രൊഡക്ഷൻ എല്ലാം കൂട്ടിക്കൊണ്ടുവരാൻ നോക്കി. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. അപ്പം നമ്മൾ കൂടുതലായിട്ട് ക്യാപിറ്റൽ ഇറക്കി കഴിഞ്ഞാൽ, ഫാക്ടറികളിലേക്ക് ഇറക്കി കഴിയുമ്പോൾ ഫാക്ടറികളിൽ അതിനനുസരിച്ചുള്ള എന്താണ്? വികസനമെല്ലാം ഉണ്ടാവും. അതിലൂടെ എന്ത് ചെയ്യും? നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. മുതലാളിമാർ ഫാക്ടറികളിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയതോടുകൂടി എന്ത് ചെയ്തു? പ്രോഫിറ്റ് വർദ്ധിക്കുകയും ചെയ്തു. ദിസ് ഇൻക്രീസ്ഡ് ദെയർ പ്രോഫിറ്റ്. അങ്ങനെ എന്ത് ചെയ്തു? അവരുടെ ലാഭം വർദ്ധിക്കാൻ തുടങ്ങി, പ്രോഫിറ്റ് വർദ്ധിക്കാൻ തുടങ്ങി. The economic system in which production and distribution are controlled by the capitalist with the aim to increase profit is known as capitalism. ഫസ്റ്റ് പോയിന്റ് ആണ് capitalism. What is capitalism? എന്താണ് പറയുന്നത്? ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുതലാളിമാർ നിയന്ത്രിച്ചു കൊണ്ടുവന്നു. എന്താണ് നിയന്ത്രിച്ചത്? വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഉൽപാദനവും വിതരണവും. അങ്ങനെ ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുതലാളിമാർ കൊണ്ടുവന്ന എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥിതിയായിരുന്നു എന്ത്? ക്യാപിറ്റലിസം. അപ്പോൾ ക്യാപിറ്റലിസം എന്താണ്?
പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ചെയ്തുകൊണ്ട് തന്നെ ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാർ കൊണ്ടുവന്നിരുന്ന സാമ്പത്തിക സിസ്റ്റത്തെ വ്യവസ്ഥിതിയായിരുന്നു എന്തെന്നറിയപ്പെട്ടത് ക്യാപിറ്റലിസം. അപ്പോൾ ക്യാപിറ്റലിസം എന്താണ്? വാട്ട് ഈസ് ക്യാപിറ്റലിസം? ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ capitalist with the aim to increase profit is known as capitalism. What is capitalism? The economic system in which production and distribution are controlled by the capitalist with the aim to increase profit. ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമാണ് ക്യാപിറ്റലിസം. പ്രധാനമായി ലാഭം ഉണ്ടാക്കുക, അതായിരുന്നു ലക്ഷ്യം. ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തു? പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും വർദ്ധിപ്പിച്ചു. ആര്? ക്യാപിറ്റലിസ്റ്റ്. അങ്ങനെ ക്യാപിറ്റലിസ്റ്റ് കൊണ്ടുവന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയായിരുന്നു ക്യാപിറ്റലിസം. വാട്ട് ഈസ് ക്യാപിറ്റലിസം? ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ വാട്ട് ഈസ് ക്യാപിറ്റലിസം. Next, the advent of large-scale industries enhanced capital investment. The advent എന്ന് പറഞ്ഞാൽ മീൻസ് എന്താണ്? വരവ്. അഡ്വന്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതായത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ വൻകിട വ്യവസായങ്ങൾ. അപ്പോൾ ദ അഡ്വന്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതായത് വൻകിട വ്യവസായങ്ങളുടെ വരവ് എൻഹാൻസ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. അപ്പോൾ വലിയ വ്യവസായങ്ങളുടെ വരവ് അവിടത്തെ എന്താണ്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, മൂലധന നിക്ഷേപം എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. Many nations produced more than they needed and more than they could accommodate in their domestic market. ഈ സമയം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഓരോ രാജ്യവും മെനി നേഷൻസ്, ധാരാളം രാജ്യങ്ങളും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെക്കാൾ കൂടുതൽ അവിടെ ഉൽപ്പാദിപ്പിക്കുകയും അതിനുശേഷം ആ സാധനങ്ങളെ അവിടങ്ങളിലായിട്ട് അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്തു, സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ദിസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ്ഡ് ദം ടു സെർച്ച് ഫോർ മാർക്കറ്റ്. ഇങ്ങനെ സാധനങ്ങളെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് സ്റ്റോർ ചെയ്താൽ മാത്രം പോരല്ലോ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണം ചെയ്യണം, അല്ലെങ്കിൽ അത് സെയിൽ ചെയ്ത് പോകണം എന്നതിനു വേണ്ടി അവർ മാർക്കറ്റുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അത് വിറ്റ് പോകുന്നതിന് വേണ്ടി അവരെന്താണ്? മാർക്കറ്റുകളെ കണ്ടുപിടിക്കാനായി തുടങ്ങി. ദീസ് ഓവർ പ്രൊഡക്ഷൻ, ഇത് ഓവറായിട്ടുള്ള പ്രൊഡക്ഷനാണ്. അതായത് പല രാജ്യങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ളതിനേക്കാളാണ് കൂടുതൽ സാധനങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കുകയും അത് അവരുടേതായ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഓവറായിട്ടുള്ള പ്രൊഡക്ഷൻ്റെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി അവർ മാർക്കറ്റുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ തുടങ്ങി. The search for market by the industrialized countries in Europe led to competition among them. അങ്ങനെ എന്ത് ചെയ്തു? ഈ വ്യാവസായിക രാജ്യങ്ങൾ ഇങ്ങനെ മാർക്കറ്റുകൾ അന്വേഷിച്ച് വിപണികൾ അന്വേഷിച്ച് നടക്കുന്നത് എന്ത് ചെയ്തു? അവിടെ കോമ്പറ്റീഷൻ എമംഗ് ദം, അവർക്കിടയിൽ മത്സര ബുദ്ധി ഉണ്ടാക്കുന്നതിന് കാരണമായി. ഇതാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടെ പറയുന്നത്, ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ഡിസ്കസ്ഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദ 18th century. 18ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവത്തെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് യൂറോപ്പ്. ഇത് എന്ത് ചെയ്തു? ഇത് വ്യാവസായിക വിപ്ലവത്തിന്റെ ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം, ഇത് ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിന്റെ മറ്റുള്ള രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാർ നിക്ഷേപിക്കാൻ തുടങ്ങി, ഫാക്ടറികളിൽ നിക്ഷേപിക്കാൻ തുടങ്ങുകയും ദിസ് ഇൻക്രീസ്ഡ് ദെയർ പ്രോഫിറ്റ്, അതുമൂലം അവിടുത്തെ പ്രോഫിറ്റ് വർദ്ധിക്കുകയും ചെയ്തു. The economic system in which production and distribution are controlled by the capitalist with the aim to increase profit is called capitalism. മെയിൻ പോയിന്റ് ആണ് ക്യാപിറ്റലിസം. ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഉൽപാദനവും വിതരണത്തിനും വേണ്ടിയിട്ട് അവിടുത്തെ ക്യാപിറ്റലിസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞ ഒരു എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ക്യാപിറ്റലിസം എന്ന പേരിൽ അറിയപ്പെട്ടത്. The advent of large scale industries enhanced capital investment. അതുപോലെ എന്ത് ചെയ്തു? വൻകിട വ്യവസായങ്ങളെല്ലാം തന്നെ അവിടെ മൂലധനം നിക്ഷേപിക്കാൻ തുടങ്ങി. ഇങ്ങനെ മൂലധനം നിക്ഷേപിക്കാൻ തുടങ്ങിയ അതിന്റെ ഭാഗമായിട്ട് മെനി നേഷൻസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ നീഡഡ്. അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കുകയും
and they more than they needed and more than they could accommodate in their domestic market. വളരെ കൂടുതൽ സാധനങ്ങൾ ഉൽപാദനം കഴിഞ്ഞു വരുന്ന വളരെ കൂടുതൽ സാധനം അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റുകൾ അവരുടേതായ മാർക്കറ്റുകളിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ദിസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ്ഡ് ദം ടു സെർച്ച് ഫോർ മാർക്കറ്റ്. ഇങ്ങനെ ഉണ്ടായ അമിത ഉൽപാദനം അവർക്ക് മാർക്കറ്റുകൾ കണ്ടെത്തുന്നതിന് കാരണമായി തീർന്നു. അതായത് ഓവർ പ്രൊഡക്ഷൻ വന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി അവർ മാർക്കറ്റുകളെ അന്വേഷിക്കാൻ തുടങ്ങി. The search for market by the industrial countries in Europe led to competition among them. ഇങ്ങനെ ഇൻഡസ്ട്രിയൽഡ് കൺട്രീസ് വ്യാവസായിക രാജ്യങ്ങൾ മാർക്കറ്റുകളെ അന്വേഷിച്ച് നടന്നത് അവിടെ മത്സരങ്ങൾക്ക് കാരണമായി തീർന്നു. നെക്സ്റ്റ്, ദ യൂറോപ്യൻ had already established a trade relationship with Asian, African and Latin American nation. യൂറോപ്യൻസ് ഹാഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്, അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്താണ് യൂറോപ്യന്മാർ എന്താണ് ചെയ്തിരുന്നത്? അവർ ട്രേഡ് റിലേഷൻഷിപ്പ്, അതായത് കച്ചവട ബന്ധങ്ങൾ സ്ഥാപിച്ചു വെച്ചിരുന്നു. മുന്നേ തന്നെ എന്ത് ചെയ്തു യൂറോപ്യന്മാർ? ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻ, ഏഷ്യയോടും ആഫ്രിക്കയോടും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോടും എല്ലാം തന്നെ ട്രേഡ് റിലേഷൻ അവർ നിലനിർത്തി പോന്നിരുന്നു. Using political power and military forces, the European countries economically exploited these nations. Using political power and military forces. എന്താണ് യൂസിങ് പൊളിറ്റിക്കൽ പവർ? രാഷ്ട്രീയ ശക്തിയും ആൻഡ് മിലിറ്ററി ഫോഴ്സസ്, സൈനിക ശക്തികളും മൂലം ദ യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നേഷൻ. എന്ത് ചെയ്തു? രാഷ്ട്രീയപരവും അതുപോലെ തന്നെ സൈനിക ശക്തികൾ ഉപയോഗിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങി. പൊളിറ്റിക്കൽ പവറും മിലിറ്ററി ഫോഴ്സും ഉപയോഗിച്ച് ഈ രാജ്യങ്ങളെയെല്ലാം തന്നെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ലേറ്റർ ദേ ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. അതിനുശേഷം എന്ത് ചെയ്തു? പിന്നീട് ദേ ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്, യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായി മാറിത്തീരുകയും ചെയ്തു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കോളനൈസേഷൻ. എന്താണ്? ദിസ് പ്രോസസ് ഈസ് കാൾഡ് കോളനൈസേഷൻ. അത് രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ക്യാപിറ്റലിസം. നെക്സ്റ്റ് ഇപ്പോൾ പഠിക്കുന്നത് കോളനൈസേഷൻ. എന്താണ് കോളനൈസേഷൻ? ദ യൂറോപ്യൻ ആൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് റിലേഷൻ വിത്ത് ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻ. ഏഷ്യയുമായിട്ടും ആഫ്രിക്കയായിട്ടും ലാറ്റിൻ അമേരിക്കൻ നേഷനുമായിട്ട് യൂറോപ്യന്മാർ കച്ചവട ബന്ധങ്ങൾ മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സ്, രാഷ്ട്രീയപരവും സൈനികപരവുമായിട്ടുള്ള സൈനിക ശക്തികളെയും യൂസ് ചെയ്തുകൊണ്ട് യൂറോപ്യന്മാർ എന്ത് ചെയ്തു? ഈ രാജ്യങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. പിന്നീട് എന്ത് ചെയ്തു? ലേറ്റർ ദേ ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. പിന്നീട് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങളുടെ ദേ ബിക്കെയിം കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്, യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായി തീർന്നു. ഇതിനെ പറയുന്ന പേരാണ് കോളനൈസേഷൻ. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കോളനൈസേഷൻ. ഒന്നുകൂടെ പറയുന്നു, ദ യൂറോപ്യൻസ് ഹാഡ് ആൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻസ്. യൂറോപ്യന്മാർ മുന്നേ തന്നെ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധങ്ങളെ സ്ഥാപിച്ചു വെച്ചിരുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പവറും മിലിറ്ററി ഫോഴ്സിനെയും യൂസ് ചെയ്തുകൊണ്ട് അവരവിടെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവർ എന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായി തീരുകയും ചെയ്തു. ഇതിനെ പറഞ്ഞിരുന്ന പേരാണ് കോളനൈസേഷൻ. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു നമ്മൾ, ക്യാപിറ്റലിസം, കോളനൈസേഷൻ. നെക്സ്റ്റ്, ട്രേഡ് യൂണിയൻസ് വെയർ ഫോംഡ് ടു പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ സമയത്ത് എന്ത് ചെയ്തു? അവിടെ ട്രേഡ് യൂണിയനുകൾ രൂപപ്പെട്ടു. ട്രേഡ് യൂണിയൻസ് വെയർ ഫോംഡ് ടു പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. മുതലാളിമാരുടെ ചൂഷണത്തെ എതിർക്കുന്നതിന് വേണ്ടി ഈ സമയത്ത് അവിടെ ട്രേഡ് യൂണിയനുകൾ രൂപം കൊണ്ടു. Constant agitation of trade unions and the resultant increase in their wages diminished the profit of the capitalist. എന്താണ്? അങ്ങനെ പിന്നെയും ഉണ്ടായ കോൺസ്റ്റന്റ് അജിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രക്ഷോഭങ്ങൾ. പിന്നെ തുടരെ ഉണ്ടായ പ്രക്ഷോഭങ്ങളും ട്രേഡ് യൂണിയനുകൾ തമ്മിലുള്ള കോൺസ്റ്റന്റ് അജിറ്റേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസിന്റെ പ്രക്ഷോഭങ്ങളും ആൻഡ് ദ റിസൾട്ടന്റ് ഇൻക്രീസ് ഇൻ ദെയർ വേജസ് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂലിയിലുള്ള വർധനവും ഡിമിനിഷ്ഡ് ദ പ്രോഫിറ്റ് ഓഫ് ക്യാപിറ്റലിസ്റ്റ്. മുതലാളിമാർക്ക് ഉണ്ടായിരുന്ന പ്രോഫിറ്റിനെ കുറച്ചു കൊണ്ടുവരുന്നതിന് കാരണമായി.
തുടരെ ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങളും അതുപോലെ അവിടത്തെയുള്ള വർക്കേഴ്സിൻ്റെ വേജസിലുണ്ടായ വർധനവും ക്യാപിറ്റലിസ്റ്റിൻ്റെ മുതലാളിമാരുടെ പ്രോഫിറ്റിനെ കുറച്ചു കൊണ്ടുവരുന്നതിന് കാരണമായി. European countries had considered the colonies as the source for raw material and the market for their industrial products. യൂറോപ്യൻ കൺട്രീസ് ഹാഡ് കൺസിഡേർഡ്, യൂറോപ്യൻ രാജ്യങ്ങൾ കരുതി, ദ കോളനീസ് ആസ് ദ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ, കോളനികളെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്തായിട്ട് കരുതി? സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായും. സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ, സോഴ്സ് ഉറവിടം. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഹാഡ് കൺസിഡേർഡ് ദ കോളനീസ് ആസ് ദ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായിട്ടും, ആൻഡ് ദ മാർക്കറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്, അവരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ, ആൻഡ് ദ മാർക്കറ്റ് ഫോർ ദിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിറ്റഴിക്കുന്നതിനുള്ള ഒരു മാർക്കറ്റായിട്ടുമാണ് യൂറോപ്യൻ കൺട്രീസ് കോളനികളെ കണക്കാക്കിയത്. യൂറോപ്യൻ കൺട്രീസ് ഹാഡ് കൺസിഡേർഡ് ദ കോളനീസ് ആസ് ദ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദ മാർക്കറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്. യൂറോപ്യൻ കൺട്രികൾ എന്താണ് ചെയ്തത്? ആ കോളനികളെ കണക്കാക്കിയത് അവരുടെ റോ മെറ്റീരിയലിൻ്റെ സോഴ്സായ ഉറവിടങ്ങളായിട്ടും അതുപോലെ അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ വിറ്റഴിക്കുന്നതിനുള്ളൊരു മാർക്കറ്റായിട്ടുമാണ് കരുതിയത്. ലേറ്റർ ഓൺ കൊളോണിയൽ മാസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ കോളനീസ്. പിന്നീട് എന്ത് ചെയ്തു? കോളനി മേധാവികൾ എന്ത് ചെയ്തു? അവിടെ മൂലധനം സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ കോളനീസ്. കോളനികളിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, മൂലധനം ഇൻവെസ്റ്റ് ചെയ്യാനായി തുടങ്ങി. ഒന്നുകൂടെ പറയാം. ട്രേഡ് യൂണിയൻസ് വെർ ഫോം ടു പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. മുതലാളിമാരുടെ ചൂഷണങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി ട്രേഡ് യൂണിയനുകൾ രൂപം കൊണ്ടു. കോൺസ്റ്റന്റ് അജിറ്റേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് ആൻഡ് ദ റിസൾട്ടന്റ് ഇൻക്രീസ് ദെയർ വേജസ് ഡിമിനിഷ്ഡ് ദ പ്രോഫിറ്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ്. തുടരെ ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളും അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സിന്റെ വേജസ് കൂടിയതും മുതലാളിമാരുടെ പ്രോഫിറ്റിനെ കുറയ്ക്കാൻ കാരണമായി. European countries had considered the colonies as the source of raw material and the market for their industrial product. ഈ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ കണക്കാക്കിയത് അവരുടെ റോ മെറ്റീരിയലിൻ്റെ ഒരു സോഴ്സ് ഉറവിടമായിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിൻ്റെ ഒരു മാർക്കറ്റായിട്ടുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ കണക്കാക്കിയത്. ലേറ്റർ ഓൺ കൊളോണിയൽ മാസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ കോളനീസ്. പിന്നീട് എന്ത് ചെയ്തു? കൊളോണിയൽ മാസ്റ്റേഴ്സ്, അതായത് മുതലാളി മേധാവികൾ, അവിടുത്തെ മുതലാളി മേധാവികൾ എന്ത് ചെയ്തു? കൊളോണിയൽ മാസ്റ്റേഴ്സ് മീൻസ് കോളനി മേധാവികൾ എന്ത് ചെയ്തു? അവരവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങി. ലെറ്റസ് ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ദം ടു ഡു സോ. എന്താണ് പറയുന്നത്? അതായത് ഇപ്പം പറഞ്ഞു, മുതലാളി മേധാവിമാർ എന്ത് ചെയ്തു? അവിടെ ക്യാപിറ്റൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അപ്പം എന്തുകൊണ്ടാണ് അവരവിടെ ക്യാപിറ്റൽ നിക്ഷേപിക്കാൻ, മൂലധനം അവരവിടെ നിക്ഷേപിക്കാൻ തുടങ്ങിയത്? എന്തിനാണ് അവരവിടെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, എന്ത് കാര്യം കൊണ്ടാണ് അവരവിടെ മൂലധന നിക്ഷേപം നടത്തിയത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ചീപ്പ് ലേബർ മീൻസ് കുറഞ്ഞ വേതനം കൊടുത്താൽ മതിയായിരുന്നു. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, അതുപോലെ തന്നെ എന്താണ്? അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. കുറഞ്ഞ നിരക്കിൽ, ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്, സാധനങ്ങളുടെ ഉൽപാദനവും അതുപോലെ തന്നെ വിതരണവും, സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതും കുറഞ്ഞ സെല്ലിംഗ് ഗുഡ്സ്, സാധനങ്ങളെ വിൽക്കുന്നതും കോളനിക്ക് ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് അതിന് വളരെ കുറഞ്ഞ ചിലവ് മാത്രമേ വരുന്നുണ്ടായി. ലോ കോസ്റ്റോ ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനികളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ തന്നെ കോളനിക്കുള്ളിൽ തന്നെ അത് വിറ്റഴിക്കുന്നതും അവർക്ക് വളരെ സഹായകമായി തീർന്നു. ലോ കോസ്റ്റ്, അതിന് അവർക്ക് വളരെ കുറച്ച് പൈസ മാത്രമേ ചിലവായു. കോളനി പുറത്തോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ അവർ കോളനിക്കുള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അവിടെ ഉള്ളിൽ തന്നെ അവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളെ വിറ്റഴിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വളരെ ചിലവ് വരില്ല. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കോളനി മേധാവികൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്തെല്ലാം റീസൺ കൊണ്ടാണ് അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കോളനി മേധാവികൾ അവിടെ എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്?
3 കാര്യങ്ങൾ കൊണ്ടാണ്. ഫസ്റ്റ് വൺ ചീപ്പ് ലേബർ, കുറഞ്ഞ വേതനം കൊടുത്താൽ മതിയായിരുന്നു. നെക്സ്റ്റ് വൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്, അതായത് കോളനികളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിറ്റഴിയുമ്പോൾ അവർക്ക് ചിലവാകുന്ന കുറഞ്ഞ ചിലവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് അവിടുത്തെ മുതലാളിമാർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. The distinctive phase of flow of finance capital to colonies is known as the imperialism. നെക്സ്റ്റ് എന്താണ്? ഇമ്പീരിയലിസം. കോളനികൾ നമ്മൾ ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ്, കോളനിയിലേക്കുള്ള മൂലധനത്തിന്റെ എന്താണ്? കയറ്റുമതിയുടെ ഘട്ടം. ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനി ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. അതായത് എന്താണ്? കോളനിയിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം, അതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഇമ്പീരിയലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ്, കോളനിയിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം, ആ ഒരു ഘട്ടത്തെയാണ് എന്തെന്ന് പറഞ്ഞത്? ഇമ്പീരിയലിസം. വാട്ട് ഈസ് ഇമ്പീരിയലിസം? The distinctive phase of flow of finance capital to colonies is known as imperialism. Imposing a nation's political, economic and cultural dominance on another nation is a fundamental feature of imperialism. പ്രധാനപ്പെട്ട ഒരു ഫ്യൂച്ചർ, ഇമ്പീരിയലിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫ്യൂച്ചർ എന്താണ്? പ്രത്യേകത എന്താണ്? സ്വഭാവം എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Imposing a nation's political, economic and cultural dominance on other nation, അതായത് ഒരു രാജ്യത്തിന്റെ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് സ്ഥാപിക്കപ്പെട്ട പൊളിറ്റിക്കലും രാഷ്ട്രീയം, എക്കണോമിക് സാമ്പത്തികം ആൻഡ് കൾച്ചറൽ സാംസ്കാരികപരമായിട്ടുള്ള ആധിപത്യത്തിനെയാണ് ആധിപത്യമായിരുന്നു ഇമ്പീരിയലിസത്തിന്റെ പ്രധാനപ്പെട്ട ഫ്യൂച്ചർ. Imposing a nation's political, economical and cultural dominance on another nation, മറ്റൊരു രാജ്യത്തിലേക്ക് is a fundamental feature of imperialism. ഇമ്പീരിയലിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫ്യൂച്ചർ ആയിരുന്നത്. Colonialists imposed their dominance using legal system, administrative measures, military force, etc. എന്ത് ചെയ്തു? കോളനിലിസ്റ്റ് ഇമ്പോസ്ഡ് ദെയർ ഡോമിനൻസ്, അവരുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. എന്തെല്ലാം മുഖേന? യൂസിങ് ലീഗൽ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, മിലിറ്ററി ഫോഴ്സ്. ലീഗൽ സിസ്റ്റം, നിയമപരമായിട്ടുള്ള വ്യവസ്ഥയും, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഭരണ സംവിധാനങ്ങളും, മിലിറ്ററി ഫോഴ്സ്. എന്താണ് മിലിറ്ററി ഫോഴ്സ്? സൈനിക ശക്തി. അപ്പൊ ഈ സൈനിക ശക്തികളും എല്ലാം ഈ 3 കാര്യങ്ങൾ, ലീഗൽ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, മിലിറ്ററി ഫോഴ്സ്, ഈ 3 കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കോളനിലിസ്റ്റ് എന്ത് ചെയ്തു? അവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുത്തു. കോളനിലിസ്റ്റ് ഇമ്പോസ്ഡ് ദെയർ ഡോമിനൻസ് യൂസിങ് ലീഗൽ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, മിലിറ്ററി ഫോഴ്സ് എക്സെട്ര. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചതാണ് ഇമ്പീരിയലിസം. വാട്ട് ഈസ് ഇമ്പീരിയലിസം? The distinctive phase of flow of finance capital to colonies is known as imperialism. Imposing a nation political, economic and cultural dominance on another nation is a fundamental feature of imperialism. Next, colonialists imposed their dominance using legal system, administrative measures, military force, etc. അതോടുകൂടി നമ്മളിപ്പോൾ ക്യാപിറ്റലിസം പഠിച്ചു, കോളനൈസേഷൻ പഠിച്ചു, ഇമ്പീരിയലിസം പഠിച്ചു. എന്താണ് അതിന്റെ ഫ്യൂച്ചർ? വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ഇമ്പീരിയലിസം? ഇത് ഇത്രയും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വരുന്നത് ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്റ്റ് ദ കോളനീസ്? എങ്ങനെയാണ് ഈ ഇമ്പീരിയലിസം എന്താണ്? ഇമ്പീരിയലിസം അഫക്റ്റ് ദ കോളനീസ്, കോളനികളെ അഫക്റ്റ് ചെയ്തത്, ബാധിച്ചത്. എങ്ങനെയാണ് ഇമ്പീരിയലിസം കോളനികളെ ബാധിച്ചത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. നോക്കാം. ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്റ്റ് ദ കോളനി? സാമ്രാജ്യത്വം എങ്ങനെയാണ് കോളനികളെ ബാധിച്ചത്? ഫസ്റ്റ് പോയിന്റ്, ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. എന്താണ് ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം? എന്താണ്? പരമ്പരാഗതമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ. അപ്പൊ പരമ്പരാഗതമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. കോളനിക്കാരുടെ പരമ്പരാഗതമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ നശിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം ആർ റീപ്ലേസ്ഡ്. അഡ്മിനിസ്ട്രേറ്റീവും ജുഡീഷ്യലുമായിട്ടുള്ള സിസ്റ്റംസ് എല്ലാം അവിടെ റീപ്ലേസ് ആയി മാറ്റപ്പെട്ടു.
Pupils in colonies were forced to cultivate cash crop in lieu of traditional food crop. അതായത് എന്താണ് പറയുന്നത്, പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണ പരമ്പരാഗതമായിട്ടുള്ള ഫുഡ് ക്രോപ്സിന് പകരമായിട്ട്, ധാന്യവിളകൾക്ക് പകരമായി എന്ത് ചെയ്തു, നാണ്യവളകൾ കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. People in colonies were forced to cultivate cash crops in lieu of traditional food crop. പരമ്പരാഗതമായിട്ടുള്ള ധാന്യങ്ങൾക്ക് വേണ്ടി, ഫുഡ് ക്രോപ്സിന് വേണ്ടി പകരമായിട്ട്, പരമ്പരാഗതമായിട്ടുള്ള ഫുഡ് ക്രോപ്സിന് പകരമായിട്ട് അവർ നാണ്യവിളകൾ കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അവിടെ വർദ്ധിച്ചു. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അവിടെ വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ അവിടെ നശിക്കാൻ കാരണമായി. ഇൻഡിജീനിയസ് ആർട്ട്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെയർ ഡിസ്ട്രോയിഡ്. തദ്ദേശീയ കലകളും സാഹിത്യം, ഭാഷ, കൾച്ചർ, സാഹിത്യം ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് വിദ്യാഭ്യാസ രീതി എല്ലാം നശിക്കുകയുണ്ടായി. ഇതെല്ലാം തന്നെ കോളനിയിൽ ഇമ്പീരിയലിസം അഫക്റ്റ് ചെയ്ത കോളനിയിൽ എങ്ങനെയാണ് സാമ്രാജ്യത്വം ബാധിച്ചത്, അല്ലെങ്കിൽ ഇമ്പീരിയലിസം അഫക്റ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. പരമ്പരാഗതമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ ഡിസ്ട്രോയിഡ് ആയി, നശിക്കുകയുണ്ടായി. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വെയർ റീപ്ലേസ്ഡ്. അതായത് ഭരണരീതിയും നിയമവ്യവസ്ഥയും എല്ലാം തന്നെ മാറി വന്നു. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരണരീതി, ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം, നിയമവ്യവസ്ഥയും എല്ലാം തന്നെ അവിടെ മാറി വന്നു. പീപ്പിൾ ഇൻ കോളനീസ് വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ ലിeu ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്. ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഫുഡ് ക്രോപ്സിന് പകരമായിട്ട് അവർ നാണ്യവിളകൾ കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്ഡ്. പോവർട്ടി, ദാരിദ്ര്യവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും എല്ലാം തന്നെ അവിടെ വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ നശിക്കപ്പെട്ടു. ഇൻഡിജീനിയസ് ആർട്ട്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെയർ ഡിസ്ട്രോയിഡ്. അതുപോലെ തന്നെ തദ്ദേശീയമായിട്ടുള്ള കലകളും എഡ്യൂക്കേഷനും ലിറ്ററേച്ചർ, സാഹിത്യവും ഭാഷയും എല്ലാം തന്നെ നശിക്കപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെ ഇമ്പീരിയലിസം കോളനിയെ ബാധിച്ചത്. ഇത്രയും കാര്യങ്ങൾ 2, 3, 4, 5, 6 പോയിന്റ് ഉണ്ട്. ഇമ്പീരിയലിസം എങ്ങനെയാണ് കോളനികളെ അഫക്റ്റ് ചെയ്തതെന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ. Competition and conflict among the imperialist nation for colonies and market led to the outbreak of war. ഇങ്ങനെ കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് among the imperialist nation, ഇവർ തമ്മിലുള്ള ഇങ്ങനെയുള്ള കോമ്പറ്റീഷനും മത്സരങ്ങളും തടസ്സങ്ങളും എല്ലാം തന്നെ എന്ത് ചെയ്തു, കോളനികളിൽ യുദ്ധങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്തു. ഇനിയാണ് നമ്മളെ മെയിൻ പാർട്ടിലേക്ക് പോകുന്നത്. വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഇനിയാണ്. ഇങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുള്ള കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും ഇമ്പീരിയലിസ്റ്റ് നേഷൻസ്, അതായത് എന്താണ്, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും എല്ലാം തന്നെ കോളനികളും മാർക്കറ്റുകളും തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് വളരെയധികം കാരണമായി തീരുകയും ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ വേൾഡ് വാറൊക്കെ. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, തേർഡ് വേൾഡ് വാറൊക്കെ. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്ര മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇതിന് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും നേരെ ഒന്ന് പഠിക്കുക. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് കോളനൈസേഷൻ പറഞ്ഞു, ഇമ്പീരിയലിസം പറഞ്ഞു. അതിനുശേഷം എന്താണ് ഇമ്പീരിയലിസത്തിൻ്റെ ഫ്യൂച്ചർ, എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പഠിച്ചു. ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്റ്റ് ദ കോളനീസ്, എങ്ങനെയാണ് ഇമ്പീരിയലിസം കോളനികളെ ബാധിച്ചത് എന്നുള്ള കാര്യങ്ങളെ വരെ പറ്റി നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓരോ വാറായിട്ട് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ക്ലാസ് അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, പറഞ്ഞു തന്ന പോയിന്റുകൾ നന്നായിട്ട് പഠിക്കുക. ഇതുവരെയും ക്ലാസ് കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായി സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.